നമ്മുടെ ഇടം അടയാളപ്പെടുത്തുന്നത് വരെയുള്ള ഒരു യാത്രയാണിത്. ഈ അടുത്തായി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയോ വിരലോടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ കണ്ടിട്ടുണ്ടാകും. ഏകാഗ്രതയോടെ തല കുനിച്ചിരുന്ന് ചിലന്തികളെ പോലെ വേഗത്തിൽ നൂലുകളിൽ വിസ്മയം തീർക്കുന്ന യുവതീ യുവാക്കൾ. നിയോൺ നിറങ്ങളിലുള്ള ബാഗുകളും കാടുകളെ ഓർമ്മിപ്പിക്കുന്ന തൊപ്പികളും നിർമ്മിച്ച് അഭിമാനത്തോടെ നിൽക്കുന്ന ഇവർ സ്ലോ ഫാഷൻ എന്ന പുതിയ മുന്നേറ്റത്തിന്റെ പതാകവാഹകരാണ്. ഇത് വെറുമൊരു മുത്തശ്ശി വിനോദത്തിന്റെ തിരിച്ചുവരവല്ലേ എന്ന് പുറമേ നിൽക്കുന്നവർക്ക് തോന്നാം. എന്നാൽ ചരിത്രത്തിന്റെ രക്തവും വിയർപ്പും അറിയാവുന്നവർക്ക് ഈ യുവ നെയ്ത്തുകാർ ചെയ്യുന്നത് വലിയൊരു വിപ്ലവമാണെന്ന് മനസ്സിലാകും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സാമ്പത്തിക പ്രതിരോധത്തിൽ പങ്കാളികളാവുകയാണ് അവർ, ഒരുപക്ഷെ അത് അറിയാതെ തന്നെ. ആദ്യം നമുക്ക് ഈ യുവ സംരംഭകരെ അഭിനന്ദിക്കാം. 2 തവണ അലക്കിയാൽ നശിച്ചു പോകുന്ന ഫാസ്റ്റ് ഫാഷന്റെ ഈ കാലഘട്ടത്തിൽ ഒരു സ്വെറ്റർ നെയ്യാൻ 40 മണിക്കൂർ ചിലവഴിക്കുക എന്നത് ധീരമായ ഒരു പ്രവൃത്തിയാണ്. ക്രോഷ്യയുടെ ചരിത്രം ഒരു കെട്ടുപിണഞ്ഞ നൂലുപോലെയാണ്. അറേബ്യയിൽ നിന്ന് തുടങ്ങിയെന്നും അതല്ല തെക്കേ അമേരിക്കയിലാണെന്നും ചൈനയിലെ താംബോർ എംബ്രോയിഡറീസിൽ നിന്നാണെന്നും പല വാദങ്ങളും. അവിടെയാണ് വളഞ്ഞ കമ്പിയും ഒരു പരുത്തി നൂലുമായി ഒരു രക്ഷകൻ അവതരിക്കുന്നത്. ഇവിടെയാണ് മാഡം റിഗോഡില ബ്രാഞ്ചാർഡിയർ എന്ന നായിക കടന്നുവരുന്നത്. 1846 ക്ഷാമം അയർലൻഡിനെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അവർ ക്രോഷ്യ പാറ്റേണുകളുടെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതൊരു തരംഗമായി, തൊഴിലായി. കന്യാസ്ത്രീകളും സാമൂഹിക പ്രവർത്തകരും അയർലൻഡിലുടനീളം ക്രോഷ്യ സ്കൂളുകൾ തുടങ്ങി. പട്ടിണി കിടക്കുന്ന സ്ത്രീകളും കുട്ടികളും പുക നിറഞ്ഞ കുടിലിലിരുന്ന് അതിമനോഹരമായ കോളറുകളും കപ്സുകളും നിർമ്മിച്ചു. ഒരു വിരോധാഭാസം ഇതിലുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ നിന്ന് പരുത്തി കുറഞ്ഞ വിലയ്ക്ക് മാഞ്ചസ്റ്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് നൂലാക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നർസാപൂരിലെ സ്ത്രീകൾ ആ നൂൽ വാങ്ങി അതിമനോഹരമായ ലേസുകളാക്കി മാറ്റി. അതിലും കൂടിയ വിലയ്ക്ക് തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് തന്നെ വിറ്റു. ഇന്നത്തെ ഈ വിപണിയുടെ സാമ്പത്തിക വശം കൗതുകകരമാണ്. ഒരു നിർമ്മാതാവ് കൈകൊണ്ട് നെയ്ത ക്രോഷ്യ ഉടുപ്പിന് 2000 രൂപയോ അതിലധികമോ വിലയിട്ടേക്കാം. എന്നാൽ ഫാസ്റ്റ് ഫാഷൻ കമ്പനികൾ അതുപോലൊന്ന് 500 രൂപയ്ക്ക് വിറ്റേക്കും. ഇവിടെ ഒരു രഹസ്യമുണ്ട്. നിറ്റിംഗ് മെഷീൻ വഴി ചെയ്യാമെങ്കിലും ക്രോഷ്യ ചെയ്യുവാൻ മനുഷ്യന്റെ കൈകൾ തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന ഓരോ ക്രോഷ്യ ഉൽപ്പന്നവും 100% കൈകൊണ്ട് നിർമ്മിച്ചതാണ്. ഇൻസ്റ്റഗ്രാമിലെ യുവ സംരംഭകർ വിൽക്കുന്നത് വെറും നൂലുകളല്ല, അവരുടെ സമയവും അധ്വാനവുമാണ്. സ്ത്രീകൾക്ക് മാത്രമുള്ളതെന്ന് കരുതിയിരുന്ന ഒരു കലയെ ലിംഗഭേദമില്ലാത്ത നല്ല വരുമാനമുള്ള ഒരു കുടിൽ വ്യവസായമായി അവർ മാറ്റിയിരിക്കുന്നു. ഇന്ന് ബ്രോഷെ എന്ന പുതിയ മുന്നേറ്റത്തിലൂടെ ആ ചരിത്രം തിരികെ എത്തിയിരിക്കുന്നു. ഒളിമ്പിക് ഡൈവറായ ടോം ഡാലിയെ പോലുള്ളവർ നീന്തൽ കുളത്തിന് കരയിലിരുന്ന് നിറ്റ് ചെയ്യുന്നതും ക്രോഷ്യ ചെയ്യുന്നതും നാം കണ്ടതാണ്. തുന്നലെന്നത് സ്ത്രീകളുടെ മാത്രം ജോലിയാണ് എന്ന ചിന്താഗതിയെ അവർ തകർത്തെറിയുന്നു. ലോകം നെയ്തെടുക്കാൻ തിരക്കുകൂട്ടാതെ അവർക്കൊപ്പം ചേരാം.